ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നക്ഷത്രജാലം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുണർതം നക്ഷത്രത്തിൽ പിറന്നവർ സത്യാന്വേഷികളും ദാനശീലരുമായിരിക്കും. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് ഈ നാളുകാർ. ഈ നാളിൽ പിറന്നവർ സത്യം, ധർമ്മം, നീതി എന്നീ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. ദാനശീലം ഉള്ളവരാണ്. പാരമ്പര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ബന്ധുമിത്രാദികൾ കൂടുതലുള്ളവരാണ്. ഈ നാളുകാരുടെ കുട്ടിക്കാലം കുറച്ച് ക്ലേശകരമായിരിക്കും. ആരെയും പിണക്കാറില്ല. വീടിനോട് മമതയുള്ളവരായിരിക്കും. സഞ്ചാരപ്രിയരാണ്. ഭാര്യയോട് ദയ കാട്ടാറില്ല. വശ്യമായി സംസാരിച്ച ആളുകളെ വശത്താക്കി ഉപയോഗിക്കും. സ്വാർത്ഥത ഏതു കാര്യത്തിലും മുന്നിൽ നിൽക്കും. കലാരംഗത്തെ നാളുകാർ നന്നേ ശോഭിക്കും. സാമ്പത്തിക മേഖലയിൽ ഈ നാളുകാർ നേട്ടക്കാരുടെ പട്ടികയിൽ വരില്ല. അതായത് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവില്ല. ഈ നാളിൽ പിറന്നവർ ക്ഷിപ്രകോപികളായി കണ്ടുവരുന്നു. സാമ്പത്തികമായി ഈ നാളുകാർ എപ്പോഴും പിന്നിലായിരിക്കുമെങ്കിലും 32 വയസ്സിന് ശേഷം ഈ നാളുകാർക്ക് കാലം ഒരുവിധം നല്ലതായി കാണുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയപ്രദമായി കാണുന്നില്ല. പരസ്പര ധാരണയില്ലായ്മയും അഭിപ്രായ വ്യത്യാസവുമാണ് അതിന് പ്രധാനമായുള്ള കാരണം. എന്നാൽ ഇവർ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാറില്ല. ഇവർക്ക് ഭാര്യയായി എത്തുന്നവർ ഭർത്താവിനോട് കൂറും സ്നേഹവും ഉള്ളവരായിരിക്കും. ഈ നാളിൽ പിറന്ന സ്ത്രീകൾക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. ഈശ്വരചിന്ത കൂടുതലുള്ളവരാണ് ഈ നാളുകാർ. വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും കൂടുതൽ കമ്പമുള്ളവരായിരിക്കും. പുണർന്ന നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഭർത്തസ്നേഹം കൂടുതലുള്ളവരായി കണ്ടുവരുന്നു. സന്താനങ്ങളാൽ അനുഗ്രഹീതരായ ഈ നാളുകാർക്ക് ഉദരരോഗവും ശ്വാസകോശ രോഗങ്ങളും നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പുണർന്ന നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായിട്ടുള്ള ഫലം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.